എം മുകുന്ദന്റെ ആത്മകഥയായ എന്റെ എംബസിക്കാലം കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പ്രകാശനം ചെയ്തു. എഴുത്തുകാരനായ ബെന്യാമിനും സുഭാഷ് ചന്ദ്രനും ചേർന്ന് ഏറ്റുവാങ്ങി. മാതൃഭൂമി ബുക്സാണ് പ്രസാധകർ. എന്റെ എംബസിക്കാലത്തിന് പുസ്തകപ്പിറവി. മാതൃഭൂമി വാരാന്തപ്പതിപ്പിന്റെ താളുകളിൽ നിന്നും എം മുകുന്ദന്റെ ആത്മാവും കഥയും പുസ്തകത്തിൽ ചേക്കേറിക്കഴിഞ്ഞു. മാതൃഭൂമി ബുക്സ് തന്നെ അത് മനോഹരമായിട്ട് പുസ്തകമാക്കി അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കണ്ടാൽ ആർക്കും കയ്യിലെടുക്കാൻ തോന്നും. ഞാനതിങ്ങനെ നോക്കിയപ്പോൾ ഞാൻ തന്നെയാണോ അതെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഈ പുസ്തകം അതിൻ്റെ കവറ് കണ്ടപ്പോഴും, കാരണം ഇപ്പോഴും വാർദ്ധക്യമാണത്, തല നരച്ചു പോയി. ഞാൻ ദൈവത്തിൻ്റെ കയ്യിലെ പെൻസിലാണ്. മുന ഒടിയാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മുന ഒടിഞ്ഞു പോയാൽ പിന്നെ ഒന്നും എഴുതില്ല. ഞാൻ മുകുന്ദേട്ടനെ കാണുന്നത് ഹൃദയത്തിൽ അഗ്നിയും കാലുകളിൽ ചിറകുമുള്ള ഒരു മനുഷ്യനായിട്ടാണ്. ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ 2 കൈകളിൽ നിന്ന് എംബസിക്കാലം 4 കൈകളിലേക്ക് പ്രകാശനം ചെയ്യപ്പെട്ടു. ബെന്യാമിന്റെയും സുഭാഷ് ചന്ദ്രന്റെയും കൈകൾ ഏറ്റുവാങ്ങി. ഉത്തനേസ്യ മുകുന്ദേട്ടന് നൽകുമ്പോൾ ഞാൻ പറഞ്ഞു, മുകുന്ദേട്ട എഴുതി തുടങ്ങിയ ഒരു കുഞ്ഞ് എഴുത്തുകാരനാണ് എന്ന്. മുകുന്ദേട്ടൻ അന്ന് നൽകിയ ആത്മവിശ്വാസം, എല്ലാ എഴുത്തുകാരും ഇങ്ങനെ ചെറിയ രീതിയിലാണ് തുടങ്ങുന്നത്, നിങ്ങളും വളരും വലുതാവും എന്ന്. ആ വലിയ വാക്ക് വലിയ തോതിൽ ഫലിച്ചു എന്ന് ഞാൻ ആത്മവിശ്വാസത്തോടു കൂടി ഇവിടെ നിന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഞങ്ങൾക്ക് പിതൃതുല്യൻ മാത്രമല്ല, ഗുരുതുല്യൻ കൂടിയാണ്. ആ പുസ്തകത്തിൻ്റെ ഭാരം, അതിൻ്റെ ഗുരുത്വം ഞങ്ങളുടെ ആരാധന കൂടി കലർന്ന് സൃഷ്ടിച്ച ഒന്നാണ്. അപ്പോഴും ആരും മയ്യഴിപ്പുഴയുടെ തീരങ്ങളെ മറന്നില്ല. അതിലെ വെള്ളാരം കല്ലുകളെയും തുമ്പികളെയും വിസ്മരിച്ചില്ല. എനിക്ക് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ അത് പെട്ടെന്ന് തന്നെ വായിച്ചു തീർക്കാൻ സാധിച്ചു. സാധാരണ ഒരു പുസ്തകം വായിക്കുമ്പോൾ ഞാൻ വലിയ വായനക്കാരനൊന്നുമല്ല, എന്നാലും പറയാം, ഞാൻ വളരെ ചെറുപ്പമാണ്. അപ്പോൾ അതിൽ നമ്മൾ അതിൻ്റെ ഭാഗമായി മാറുക ചെയ്തത്. ഇപ്പോഴും അതിൻ്റെ ഒരു ഹാങ് ഓവർ ഇപ്പോഴും എന്നിലുണ്ടെന്ന് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്നുള്ള നോവൽ എന്നിൽ ചെലുത്തിയ സ്വാധീനത്തിന് അത് എന്നിൽ നിന്നൊരു രചനയായി, ചെറുതോ വലുതോ ആയ ഒരു രചനയായി പുറത്തു വന്നു എന്നുള്ളിടത്ത്, അതുപോലെ അനേകം രചനകൾക്ക് അത് പശ്ചാത്തലമായിരിക്കുന്നു വിവിധ തലങ്ങളിൽ എന്നുള്ളിടത്താണ് ആ കൃതിയുടെ ഏറ്റവും വലിയ മഹത്വം ഞാൻ കാണുന്നത്. എഴുത്തുകാരൻ ലിജീഷ് കുമാർ, ശ്രീകാന്ത് കോട്ടക്കൽ എന്നിവർ ആശംസകൾ നേർന്നു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.